ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എലമാൻഡ ചെടികളെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോളാമ്പി പൂക്കൾ ഒരുപാട് വെറൈറ്റീസ് 15ഓളം സ്പീഷീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഭയങ്കര കൺഫ്യൂസിങ്ങുമാണ്. ഓരോന്നിനും പല പല പേരുകളുണ്ട്. ഗോൾഡൻ ട്രംപറ്റ്, എലമാൻഡ കഥാർട്ടിക്ക, ബുഷ് എലമാൻഡ, പിന്നെ ഡ്വാർഫ് എലമാൻഡ, പിന്നെ ട്രംപറ്റ് വൈന്, യെല്ലോ എലമാൻഡ, യെല്ലോ മാൻഡവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഡ്വാർഫ് എലമാൻഡയാണ്, കുറ്റി ചെടികളായിട്ട്. അപ്പം അതിൻ്റെ ഒരു ലീഫിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ലീഫും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള പൂക്കളുമാണ്. നല്ല യെല്ലോ പൂക്കൾ കുറച്ചും കൂടി കൂടുതൽ. ഇതിപ്പം എലമാൻഡ കഥാർട്ടിക്ക എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പാണ്. ഇതൊരു കുറച്ചും കൂടിയും സ്റ്റേഡി ആയിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. ക്രീപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. ക്രീപ്പർ ടൈപ്പ് വേറെയും ഉണ്ട്. അപ്പം അങ്ങനെ 3ഓളം വെറൈറ്റീസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ക്രീപ്പർ ടൈപ്പ്. ക്രീപ്പർ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലവർ തന്നെയാണ്. ഇതിനിപ്പം ഒരു ട്രംപറ്റ് ഷേപ്പ് ഫ്ലവേഴ്സ് തന്നെയാണ് എല്ലാത്തിനും പൊതുവേ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലവറിന് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഒരു പേൽ യെല്ലോ, നിയോൺ യെല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ ഒരു വള്ളി കെട്ടിയിട്ട് ഞാനൊരു ചെറിയ ഗ്രോ ബാഗിൽ പിടിപ്പിച്ച് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പം വേര് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മണ്ണിൽ തന്നെ, അതായത് മുറ്റത്ത് മണ്ണിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വള്ളിയായിരുന്നു. അതിങ്ങനെ ഏകദേശം അതിനിങ്ങനെ പടർത്തി ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റി പടർത്തി കൊടുത്തത്. അങ്ങനെ ഒരു വള്ളിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേര് വന്നതിന് ശേഷം മണ്ണിലേക്ക് കുഴിച്ച് നട്ടിട്ട് ആണ് ഉള്ളത്. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ വീണ്ടും മാറ്റി നടുമ്പോൾ, മണലിലായിരുന്നു പിടിപ്പിച്ചത്, മാറ്റി നടുമ്പം കുറച്ചും കൂടി ചാണകവും കുറച്ചും കൂടി വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ മാറ്റി നട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ പിടിച്ചു പടർന്ന് കയറി. അപ്പോൾ പിന്നെ അതങ്ങനെ പടരാൻ തുടങ്ങിയപ്പം ഒരു കമ്പി വെച്ചു, ഒരു ആർച്ച് പോലെയാക്കി. ഗേറ്റിൻ്റെ മേലെയാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ദൂരത്തു നിന്നുള്ളതാണ് ഞാൻ ബിഗിനിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഹൈറ്റിൽ പോയത് കാരണം നമുക്ക് കൂടുതലായിട്ട് സൂം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അതിൻ്റെ ഒരു ഇലയുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല നമ്മൾ നേരത്തെ കാണിച്ച എലമാൻഡ കഥാർട്ടിക്കേനെ കാണിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടിയും വ്യത്യാസമുള്ള ഇലകളാണ്. മറ്റേതിൽ കൂർത്ത ഇലകളാണ്, ഇതിൽ പരന്ന ഇലകളാണ്. പൂക്കള കാര്യം ഞാൻ പറഞ്ഞു, കുറച്ചും കൂടിയും ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പം ഇതൊരു ഇങ്ങനെ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. പിന്നെ സമ്മർ സീസണിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം വേണം. പക്ഷേ എല്ലാത്ത സമയത്ത് മഴക്കാലത്തൊന്നും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പോട്ടിലൊക്കെയാണ് നിങ്ങൾ നടുന്നത് വെച്ചാൽ അധികം വെള്ളം വേണ്ട. നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിലായിരിക്കണം വെക്കേണ്ടത്. നല്ല സോയിൽ നല്ല ഡ്രെയിനേജ് വേണം. അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പടർന്ന് കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 മാസത്തോളമായി ഇത് ഇങ്ങനെ പടർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വന്നു കഴിഞ്ഞു. പിങ്ക് കളറിലൊക്കെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പിങ്കിനൊക്കെ കുറച്ചും കൂടി വലിയ പൂക്കളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഒരു വള്ളി കിട്ടിയപ്പം ഒരു ചെറിയൊരു ഗ്രോ ബാഗിൻ്റെ അകത്ത് പിടിപ്പിച്ച് വെച്ചതാണ്. അത് നമുക്ക് വേര് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ വളങ്ങൾ ഇട്ടിട്ട്, അതായത് പോട്ടിലൊക്കെയാണ് നടുന്നത് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഗാർഡൻ സോയിൽ, പിന്നെ കുറച്ച് കൊക്കോപ്പീറ്റും കുറച്ച് ചാണകവും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ NPK ഒരു സ്പൂൺ 20-20-20 അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വേഗം ചെടി നന്നായിട്ട് പിടിക്കും. അതായത് വേര് വന്നതിൻ്റെ ശേഷം മാത്രം പോട്ടിലേക്ക് മാറ്റുന്ന കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം വളങ്ങൾ ചേർക്കുമ്പോൾ എപ്പോഴും വേര് വന്നതിൻ്റെ ശേഷം മാത്രം നമ്മൾ കൂടുതൽ വളങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ലീവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് മറ്റേത് കമ്പയർ. മറ്റേ കൂർത്ത ലീവ്സും ഡാർക്കർ ഗ്രീൻ ലീവ്സാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റർ ഗ്രീൻ ലീവ്സാണ്. അപ്പോൾ ആ ലീവ്സും ആ ഒരു പൂക്കളും കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി ഇതിന് കൂട്ടുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ മാസത്തിൽ നമുക്ക് ഫെർട്ടിലൈസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ 6 മാസം കൂടുമ്പോഴൊക്കെ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. ഒരു 6 മാസം കൂടുമ്പം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പം കുറച്ച് അതിൻ്റെ മുരട്ടിൽ കുറച്ച് ചാണകത്തിൻ്റെ ഇത് കുറച്ച് കൊണ്ടുവിട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ NPK 20-20-20 നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തുള്ള പോട്ടിംഗ് മിക്സ്ചറിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? നേരത്തെ കാണിച്ച ക്രീപ്പർ ടൈപ്പ് അതിൻ്റെ ഇലയ്ക്കും ഒക്കെ വ്യത്യാസം കണ്ടോ? ഇതിന് വേറൊരു ഇലയാണ്, കൂർത്ത ഇലകളാണ്. കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഫോളിയേജ് ആണ് ഇതിനുള്ളത്. യെല്ലോ ട്രംപറ്റ് തന്നെയാണ് അതിൻ്റെ ഷേപ്പ്. ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ കുറച്ചും കൂടി കട്ടി കൂടുതലാണ്, കുറച്ചും കൂടി ഡാർക്കറുമാണ്. പിന്നെ ഇതിന്ന് ഇങ്ങനെ ഒരു ചെടി എന്ന് പറഞ്ഞാൽ അത് നല്ല ഉയരമുള്ള ചെടിയായിരുന്നു. അതിൽ നിന്ന് ഒരു കഷ്ണം കമ്പ് ഇതുപോലെ ഞാൻ പൊട്ടിച്ചിട്ട് ഇതുപോലെ വേര് പിടിപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് മതിലിൻ്റെ സൈഡിൽ കുത്തിയിട്ടിട്ടുള്ളതാണ്. ഇത്
വളരെ ചെറിയ ചെടിയാണ് കേട്ടോ. ഇതിലും പൂക്കൾ 2-3 പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. വളരെ ചെറിയ ചെടിയാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലും ഇട്ടിട്ട് വേര് പിടിപ്പിക്കാം. അത് ഞാൻ വേര് പിടിപ്പിച്ച് വേര് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടിയും ലൈറ്ററാണ്. ഇപ്പം നല്ല വലുപ്പത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചെടി പോയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും ഡ്വാർഫ് ടൈപ്പാണ്. അതായത് നിലം പറ്റിക്കൊണ്ടായിരിക്കും അതിങ്ങനെ വേറൊരു നേച്ചറാണ് അതിന്. നമ്മൾ നേരത്തെ കാണിച്ചത് നല്ല മരം പോലെ നല്ല ഹൈറ്റിൽ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, പല പല വേരിയേഷൻസ് ആണ്, പല പല വ്യത്യാസങ്ങൾ. ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടിയും ചെറിയ ഇലകളാണ് മറ്റേത് കമ്പയർ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ എലമാൻഡ പൂക്കളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.